റെഡി, ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വീണ്ടും നമ്മളൊരു നാടോടി നൃത്തം കാണാൻ പോവുകയാണ്. അക്ഷയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അക്ഷയ് ഏത് ജില്ലയിൽ നിന്നാണ് പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് നോക്കാം. അക്ഷയുടെ വീട് എവിടാണ്, അക്ഷയ് ആർക്ക് വേണ്ടി ഏത് ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നതൊക്കെ കേട്ടറിയേണ്ട കാര്യമാണ്. അക്ഷയുടെ വീട് എവിടാ? എൻ്റെ വീട് കണ്ണൂരാണ്. ഏത് ജില്ലയിൽ നിന്നാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്? കോഴിക്കോട്. അപ്പൊ ആര് കപ്പടിക്കണം? കോഴിക്കോട് അടിക്കണം. കോഴിക്കോട് കപ്പടിക്കണം. കണ്ണൂരുകാരനായാലും താൻ പഠിക്കുന്ന സ്കൂളില് പെർഫോമൻസ് നടത്തുന്ന പ്രകടനം നടത്തുന്ന സ്കൂളിന് വേണ്ടി അവരെ പ്രതിനിധീകരിച്ച് വരുമ്പോൾ കോഴിക്കോട് കപ്പടിക്കണം എന്നാണ് അക്ഷയുടെ അഭിപ്രായം. ഓക്കെ, നമുക്ക് കളിക്കാം. റെഡി, ഉഷാറല്ലേ? ചുങ്കക്കാരൻ പോയോടി പെണ്ണേ, കരിവന്നൂർ ദേശത്തെ നടപ്പാലം, കഥയേറെ ഉള്ളൊരു കൽപ്പാലം. പാലം പണിത തമ്പ്രാൻ മരിച്ചിട്ടും ചുങ്കം കൊടുക്കേണ്ട പാലം. ഒരു കുഞ്ഞു കൂടെയുണ്ടെന്നാ ചുങ്കമില്ലാതെ പാലം കടക്കാം. കരിവന്നൂർ പുഴയിലെ തോണിക്കാരൻ, അടിയാളക്കുടിയിലെ ചാത്തപ്പൻ, ഓന്റെ പെണ്ണൊരു ചിരുതേയി, കറുകറുത്ത് ഏഴഴകിൽ സുന്ദരി, അവർക്കുണ്ടായൊരു കൺമണി പൊന്മണി കിങ്ങിണി, അടിയാളക്കുടിയിലോ സന്തോയം. കാലം വറുതിക്കാലം കർക്കിടകം താണ്ഡവമാടി, ഇരുകര കാണാതെ കരിവന്നൂർ പുഴയോ കലിതുള്ളി ഒഴുകിയ കലികാലം. അടിയാളക്കുടിയിലോ കണ്ണീര്, വിശപ്പിന്നോവിൻ കണ്ണീര്. ചരക്കുകൾ ഇക്കരയിലെത്തുന്നില്ല, ചാത്തപ്പൻ തോണി ഇറക്കുന്നില്ല. ഓക്കെ, അക്ഷയ് നിറഞ്ഞാടി അല്ലേ? ഓക്കെ, എന്തായിരുന്നു ഈ ഒരു പാട്ടിന്റെ തീം? എന്തായിരുന്നു? പാലവും പാലം എന്ന് പറഞ്ഞ സോങ്ങിന്റെ അതേ തീം തന്നെ. ഓക്കെ, വളരെ നന്ദി അക്ഷയ്. നമുക്കിനി ഒരു നാടോടി നൃത്തം കൂടി പെട്ടെന്ന് കാണേണ്ടതുണ്ട്. അതിലേക്ക് തിരികെ എത്താം നമുക്ക് വേദിയിലേക്ക് പോയ ശേഷം.